السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء. هو الذي يصوركم في الأرحام كيف يشاء. لا إله إلا هو العزيز الحكيم. ഇത്രയുമാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് എന്ന് പറയില്ല നല്ലത്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ എടുത്തത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിവായി പോകും. നമ്മൾ പഠിച്ചു അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് അടുത്ത ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഖുർആൻ നോക്കി തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമാത്ത് ആയാതും മുഹ്കമാതുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറ മുതശാബിഹാത്ത്. والذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله. والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف الميعاد. إن الذين كفروا لم تغن عنهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار.
كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب قل للذين كفروا ستغلبون وتحشرون إلى جهنم وبئس المهاد صدق الله العظيم. അത്ര മതി. ഇനി നമ്മൾ നേരെ വാക്കർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഹുവ അവൻ, അല്ലദീ ഹുവ അവൻ, അല്ലദീ അല്ലദീ എന്ന് പറഞ്ഞാൽ ഏതൊരുവൻ, യാതൊരുവൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റക്ക് അർത്ഥം കിട്ടാത്ത ഒരു സംഗതിയാണ്. ഹുവ എന്താണ് ഹുവ എന്ന് വിശദീകരിക്കുകയാണ്. അല്ലദീ അൻസല ഇറക്കിയവൻ, അലൈക താങ്കൾക്ക്, അല മേൽക്ക നീ, അലൈക നിന്റെ മേൽ അഥവാ നിനക്ക് അല്ലെങ്കിൽ താങ്കൾക്ക്. അൽ കിതാബ്, കിതാബ് എന്ന് പറയുന്നത് അൽ കിതാബ്, ഈ പ്രത്യേകം നമുക്കറിയുന്ന ഈ പുസ്തകം, ദ ബുക്ക്. മിൻഹു അതിൽ, ആയാത്തുൻ ആയാത്ത്, ആയത്തിന്റെ ജംആണ് ആയാത്ത്. ആയത്ത് എന്ന് പറഞ്ഞാൽ അടയാളം, ചിഹ്നം, ദൃഷ്ടാന്തം, വാക്യം, സൂക്തം. ആയാത്ത് സൂക്തങ്ങൾ. മുഹ്കമാത്ത്, മുഹ്കമാത്ത് ഹിക്മത്തുള്ളത്. മുഹ്കമാത്ത് വ്യക്തമായ, ഗണ്യതമായ, കൃത്യതയുള്ള, വ്യക്തമായ എന്നർത്ഥം. ഹുന്ന, ഹും എന്ന് പറഞ്ഞാൽ അവർ, ഹുന്ന അവർ, രണ്ട് സ്ത്രീലിംഗമാണ്. ഇവിടെ സ്ത്രീലിംഗം വരാൻ കാരണം ആയാത്ത് എന്ന് പറയുന്നത് ജംആണ്. കുല്ലു ജം മുഅന്നസ്, എല്ലാ ബഹുവചനവും സ്ത്രീലിംഗമാണ് എന്നൊരു നിയമമുണ്ട്. പിന്നെ അറബി ഭാഷയിൽ എല്ലാ ബഹുവചനവും സ്ത്രീലിംഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവിടെ എന്തു വന്നു? ഹുന്ന അവർ. ഉമ്മുൽ കിതാബ്, കിതാബിന്റെ ഉമ്മ. ഉമ്മ എന്ന് പറയുന്നത് അറബിയിലും മലയാളത്തിലുമൊക്കെ ഉമ്മ തന്നെയാണ്. ഉമ്മ, ഉമ്മുൻ, ഉമ്മ, അബുൻ, ഉപ്പ എന്നൊക്കെ പണ്ട് മദ്രസയിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ومن ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. തുലാസിൽ കനം കുറയുന്ന ആളുകളെ സംബന്ധിച്ച്, കനം തൂങ്ങുന്ന ആളുകൾ സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും. കനം കുറയുന്ന ആളുകളുടെ സങ്കേതം ഹാവിയ ആയിരിക്കും. വമാ അദ്റാക മാ ഹിയ, എന്താണ് ആ സാധനം? ഹാവിയ എന്ന് പറയുന്നത് നാറുൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന തീയാകുന്നു എന്ന് ഖുർആൻ. അപ്പൊ ഉമ്മ എന്ന് പറയുന്നത് സങ്കേതം. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ, ഏതാണ് ഉമ്മുൽ ഖുറ? എവിടെയാണ് ഉമ്മുൽ ഖുറ? ഉമ്മുൽ ഖുറ, ഉമ്മുൽ ഖുറ പറയൂ. ഉമ്മുൽ ഖുറ വയനാട്ടിലാണെന്ന്. അതാ സ്ഥാപനത്തിന്റെ പേര്. അതിപ്പോ നമ്മളിപ്പോ പിന്നെ ഖദീജ എന്ന് പേരിടും. പക്ഷേ ഖദീജ ആരാന്ന് ചോദിച്ചാല് അല്ലേ, ഖദീജ റളിയല്ലാഹു അൻഹ അല്ലേ. അപ്പോ ഉമ്മുൽ ഖുറ എന്ന് പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞത് മക്ക. മക്ക പരിശുദ്ധ ഖുർആനിൽ ഉമ്മുൽ ഖുറ എന്ന് പറയുന്നത് മക്കക്കാണ്. മക്കക്ക് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എന്നല്ല, മക്ക എന്ന സ്ഥലത്തിനാണ്, ആ പ്രദേശം ഉമ്മുൽ ഖുറ. പിന്നെ മക്ക എന്നതിന് ഖുർആനിൽ പറഞ്ഞ വേറെ ഒരു പേര് ഇതിന്റെ കൂട്ടത്തില്, ഒന്നിപ്പോ ഇതിന്റെ ആയത്തുമായിട്ട് ബന്ധമുള്ളതല്ല, എന്നാലും പറയുമ്പല്ലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ. വേറെ ഒരു പേര് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ്? ബക്ക. എന്താണ്? ബക്ക. ബക്ക, മക്ക, ഉമ്മുൽ ഖുറ, ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്.
അപ്പോൾ നഗരങ്ങളുടെ കേന്ദ്രം അല്ലെങ്കിൽ ഈ നാടുകളുടെ കേന്ദ്രം. അപ്പൊ അങ്ങനെ പലരും അതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകേണ്ട, വിശദീകരണം വല്ലാണ്ട് കൂടി പോകും. അപ്പൊ ഏതായാലും ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്നുണ്ട്. ഉമ്മുൽ ഖുർആൻ ഏതാണ്? ഉമ്മുൽ ഖുർആൻ അൽ ഫാത്തിഹ. നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയവരാണ്, 5-8 കൊല്ലമായി പഠിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ഫാത്തിഹ എന്നൊന്നും പറയരുത്. അൽ ഫാത്തിഹ. ഹ പറയൂ. ഹ. അൽ ഫാത്തിഹ. അപ്പോൾ അതിന്റെ പേര് ഉമ്മുൽ ഖുർആൻ എന്നാണ്. ഖുർആനിന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ ഖുർആന് മാതാവ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഗർഭം ധരിച്ചത് എന്ന് പറഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന എന്നാണ്. അസ്സബഉ മിനൽ മസാനി, ഖുർആൻ തന്നെ പറഞ്ഞു, ആവർത്തിക്കപ്പെടുന്ന 7 വാക്യങ്ങൾ. അത് അൽ ഫാത്തിഹയുടെ പ്രത്യേകതയാണ്. സൂറത്തുൽ ഫാത്തിഹ, അൽ ഫാത്തിഹത്തുൽ കിതാബ്, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് സ്വലാത്തില്ല, നമസ്കാരമില്ല. അപ്പൊ അവിടെയൊക്കെ ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം, എസൻസ്, കാതൽ. കാതൽ തമിഴിലുള്ള കാതലല്ല. തമിഴ് കാതൽ എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ നല്ല കാതലുള്ള മരമാണെന്നൊക്കെ പറയുന്ന ആ കാതലുണ്ടല്ലോ, അതിനെയാണ് ഉമ്മ. ഉമ്മുൽ കിതാബ്, ഈ കിതാബിന്റെ കാതൽ എന്താണ്? മുഹ്കമാത്താണ്. മറ്റു ചിലത് മുതശാബിഹാത്ത്, സ്പഷ്ടമല്ലാത്തതാണ്, അല്ലെങ്കിൽ തെളിച്ചു പറഞ്ഞിട്ടില്ലാത്തതാണ്, അവ്യക്തമായതാണ്, സാദൃശ്യമായതാണ്. എന്നാൽ അല്ലദീന ഫീ ഖുലൂബിഹിം, തങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള കൂട്ടർ, സൈഗുൻ, വക്രത. ഹൃദയത്തിനകത്ത് തന്നെ ചിലപ്പോൾ വക്രത ഉണ്ടാകും ചില ആളുകൾക്ക്. ഫയത്തബിഊന, അവർ പിൻപറ്റുന്നു, മാ തശാബഹ, ഈ വ്യക്തതയില്ലാത്തതിന്റെ പിറകെ പോവുക എന്നതാണ് അവരുടെ പണി. മിൻഹു, അതിൽ നിന്ന്, ഇബ്തിഗാഅൽ ഫിത്ന, കുഴപ്പം ആഗ്രഹിച്ചുകൊണ്ട്. വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം, വാക്കർത്ഥം പറഞ്ഞു പോകാം. ഇബ്തിഗാഅ തഅ്വീലി, അതിന്റെ വ്യാഖ്യാനം ആഗ്രഹിച്ചുകൊണ്ട്. വമാ യഅലമു, അറിയുകയില്ല, തഅ്വീലഹു, അതിന്റെ വ്യാഖ്യാനം, ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. വറാസിഖൂൻ, പക്വത നേടിയ ആളുകൾ, പാകത കൈവന്ന ആളുകൾ, ഫിൽ ഇൽമ്, അറിവിൽ. യഖൂലൂന, അവർ പറയും, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിഹി, അതിൽ, കുല്ലും മിൻ ഇൻദി റബ്ബിനാ, എല്ലാം ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ്. ഈ മുത്തശാബിഹാത്തും ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ്, മുഹ്കമാത്തും ഞങ്ങളുടെ റബ്ബിൽ നിന്നുള്ളതാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, വമാ യദ്ദക്കറു, ആലോചിച്ചറിയുന്നില്ല, ഓർമ്മിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല, ഇല്ല, അല്ലാതെ, ഉലുൽ അൽബാബ്. ലബീബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ. അൽബാബ്, ബുദ്ധിമാന്മാർ അല്ലാതെ. റബ്ബന, ഞങ്ങളുടെ നാഥ. റബ്ബി എന്ന് പറഞ്ഞാലോ? റബ്ബി എന്ന് പറഞ്ഞാലോ എന്റെ നാഥ. റബ്ബന, ഞങ്ങളുടെ നാഥ. റബ്ബുഹു, അവരുടെ നാഥൻ, അല്ലേ? റബ്ബന, ഞങ്ങളുടെ നാഥ. ലാ തുസിഅ, നീ തെറ്റിച്ചു കളയരുതേ. ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങളെ. ഖൽബി എന്ന് പറഞ്ഞാലോ എന്റെ ഹൃദയം. ഖുലൂബന, ഞങ്ങളുടെ ഹൃദയങ്ങൾ. ബഅദ, ശേഷം. ബഅദ, ശേഷം. ഇത് ഹദൈതന, ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതിന് ശേഷം. വഹബ്, നീ നൽകണമേ, ലനാ, ഞങ്ങൾക്ക്, മില്ലദുൻക, നിന്റെ പക്കൽ നിന്ന്, റഹ്മ, കാരുണ്യം നൽകണമേ. ഇന്നക, നിശ്ചയമായും നീ, അൻത, നീ ആകുന്നു, അൽ വഹാബ്, അത്യുദാരനാകുന്നു. അൽ വഹാബ് എന്ന് പറഞ്ഞാൽ
അത്യുദാരനാകുന്നു. നിങ്ങൾ വഹാബികൾ എന്ന് കേട്ടില്ലേ? വഹാബികൾ, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇസ്ലാമിക ലോകത്ത് ഒരു പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് വഹാബി എന്ന് പറയുന്നത്. അങ്ങനെ ചേർത്തി പറയുന്നത് ഒരു നല്ല കാര്യമൊന്നുമല്ല, അതൊരു പുകഴ്ത്തലല്ല. അതേസമയത്ത് അങ്ങനെ ആണ് പറയപ്പെടുന്നത്. അബ്ദുൽ വഹാബ് ശരിക്കും അദ്ദേഹത്തിൻ്റെ പിതാവാണ്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അബ്ദുൽ വഹാബിൻ്റെ മകൻ മുഹമ്മദ് എന്നാണ്. അൽ വഹാബ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരാണ്, അത്യുദാരനാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക, നിശ്ചയമായും നീ, ജാമിഅ, ഒരുമിച്ച് കൂട്ടുന്നവനാണ്. ജാമിഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന, അന്നാസ്, ജനങ്ങളെ, ലിയൗമിൻ, ഒരു നാളിൽ, ലാ റൈബ. ലാ റൈബ നമ്മൾ പണ്ട് പഠിച്ചതാണ്, സംശയമൊന്നുമില്ല. എന്ത് പഠിച്ചതാണെന്നുള്ളതിലോ അല്ല, അത് എൻ്റെ അർത്ഥം അതാണ്. ഫീഹി, അതിൽ, ഇന്ന, നിശ്ചയമായും, അല്ലാഹു, ലാ യുഖ്ലിഫുൽ മീആദ്, വാഗ്ദാനങ്ങളൊന്നും ലംഘിക്കുകയില്ല. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും നിഷേധികളായവർ, ലം തുഗ്നിയ, ഉപകരിക്കുകയില്ല, അൻഹും, അവർക്ക്, അംവാലുഹും, അവരുടെ സ്വത്ത്, വലാ ഔലാദുഹും, അവരുടെ മക്കൾ, മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന്, ഷൈആ, ഒട്ടും. വൗലായിക, അക്കൂട്ടർ, ഹും, അവർ തന്നെ, വഖൂദു, വിറക്, അന്നാർ, നരകത്തിന്റെ വിറകാണ്. കദ്അബി ആലി ഫിർഔൻ, കദ്അബ്, അനുഭവം പോലെ, ആയിത്തീർന്നതുപോലെ, ആലി ഫിർഔൻ, ഫിർഔനിന്റെ കുടുംബം, വല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെയും, കദ്അബു, അവർ കളവാക്കി, ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ഫഅഖദഹും, അപ്പോൾ അവരെ പിടികൂടി അല്ലാഹു, ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കാരണമായി, വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷാതി കഠിനമാണ്. ഖുൽ, പറയുക, ലില്ലദീന കഫറു, നിഷേധികളായവരോട്, സതുഗ്ലബൂന, സതുഗ്ലബൂന, വൈകാതെ നിങ്ങൾ കീഴടക്കപ്പെടും. സ എന്നത് പെട്ടെന്ന്, സമീപ ഭാവിയിൽ എന്നതിനെ സൂചിപ്പിക്കാനാണ്. സതുഗ്ലബൂന, നിങ്ങൾ കീഴടക്കപ്പെടും. വതുഹ്ശറൂന, നിങ്ങൾ നയിക്കപ്പെടുകയും ചെയ്യും, ഇലാ ജഹന്നം, നരകത്തിലേക്ക്. വബിഇസ, എത്ര ചീത്തയാണ്, ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ബിഇസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, ഈമാൻ ഉണ്ടായതിനു ശേഷവും വിശ്വസിച്ചതിന് ശേഷവും അധർമ്മത്തിന്റെ പേര് വിളിക്കൽ എത്ര ചീത്തയാണ്. മനുഷ്യന്മാരൊക്കെ പല ജാതി മൃഗങ്ങളുടെയും പല ജാതി സംഗതിയുടെയൊക്കെ പേരിൽ ഓരോരുത്തരുടെ പ്രകൃതം, മുഖഭാവം, സ്വഭാവം ഇതൊക്കെ വെച്ചുകൊണ്ട് പലതരം പേരിട്ട് വിളിക്കുന്ന ചീത്ത പ്രവണതകളുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാൻ കിട്ടിയതിനു ശേഷം ജാതി ചീത്ത പണിയെടുക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അവിടെ നമ്മൾ ബിഇസ പഠിച്ചിട്ടുണ്ട്. ബിഇസൽ മിഹാദ്, എന്താണ്? അതെത്ര ചീത്തയായ സങ്കേതമാണ് എന്നാണ്. ഇനി നമുക്കതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ കൂടല്ലേ? നിങ്ങൾ എന്നെ കൈവിട്ടാൽ നിങ്ങൾ കൈവിടുന്നത് നിങ്ങളെ തന്നെയാണ്. ശരി, അവനാണ് നിനക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നത്. ആര്? അപ്പൊ ഇവിടെ ഹുവ എന്ന് പറയാതെ തന്നെ വേണമെങ്കിൽ അൻസല, അവൻ ഇറക്കി. അൻസല എന്ന് പറഞ്ഞാൽ തന്നെ അവൻ ഇറക്കി എന്ന് മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഹുവല്ലദീ അൻസല, ഹുവ എന്ന് പ്രത്യേകം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അവൻ എന്നതിനെ ഒന്നുകൂടി ഊന്നിപ്പറയുന്നതിന് വേണ്ടിയാണ്. അവനാണ് അടിച്ചത് എന്ന് പറയൂലേ, അവനാണ് പോയത്, അവനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, അവൻ പറഞ്ഞു എന്ന് പറയുന്നതും അവനാണ് പറഞ്ഞത് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? അവനാണ് അങ്ങനെ ചെയ്ത്. മനസ്സിലായില്ലേ? നമ്മൾ പറയില്ലേ അവനാണ് അങ്ങനെ ചെയ്ത്, അവനാണ് അങ്ങനെ ചെയ്ത് എന്ന് പറയുമ്പോൾ അവൻ ചെയ്തു എന്ന് പറയുന്ന മാതിരിയല്ല. അവൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഏതോ ഒരാൾ, ഒന്നെങ്കിലും ഓന് അല്ലെങ്കിൽ വേറൊരാൾ ചെയ്തോളും, ആ നിലക്ക് ആണത്.
പക്ഷേ എന്നോട് ആ ദ്രോഹം ചെയ്തത് അവനാണ് എന്ന് ഇത് ഊന്നിപ്പറയുകയാണ്. അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അപ്പൊ ഇവിടെ അവനാണ് എന്നത് ഊന്നിപ്പറയാനാണ് ഹുവ എന്നിവിടെ പ്രത്യേകം ചേർത്തത്. അല്ലദീ അൻസല, ഇറക്കിയത്, അഥവാ പരിശുദ്ധ ഖുർആൻ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ സമൂഹം ഉണ്ട് അവിടെ മദീനയിൽ, വേദക്കാരായ ആളുകളാണ്. അവരുടെ കയ്യിലുള്ള ഇഞ്ചീൽ, തൗറാത്ത്, ഇതൊക്കെ ആരാണ് ഇറക്കിയത്? അല്ലാഹു ആണെന്നാണ് ഇവർ പറയുന്നത്. ശരിയാണ്. അവനാണ് എന്തിറക്കിയത്? ഈ ഖുർആനും ഇറക്കിയത്. അല്ലാതെ ഇത് വേറെ എവിടുന്നോ വന്നതല്ല. അലൈക്ക, നിനക്ക്, അൽ കിതാബ്, ഈ കിതാബ്. അൽ കിതാബ് എന്ന് പറയുമ്പോൾ ഏതോ കിതാബല്ല, നമ്മൾ അറിയുന്ന ഈ ഖുർആൻ. മിൻഹു, ആ ഖുർആനിൽ ഉണ്ട് 2 തരം ആയത്തുകളുണ്ട് ഖുർആനിൽ എന്നാണ്. 2 തരം ആയത്തുകളുണ്ട്. അതിലൊന്ന് മുഹ്കമാത്താണ്, മറ്റൊന്ന് മുതശാബിഹാത്താണ്. മുഹ്കമാത്ത് എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥ വ്യക്തതയുള്ളതാണ്, ഒരാൾക്കും സന്ദേഹത്തിനിടമില്ലാത്തതാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് ഹുന്ന ഉമ്മുൽ കിതാബ്. യഥാർത്ഥത്തിൽ അതാണ് ഈ കിതാബിന്റെ എസൻസ്, അതാണ് ഇതിന്റെ പ്രധാനം. ഖുർആനിന്റെ ഏറ്റവും പ്രധാനമായ അതിന്റെ മജ്ജ, അതിന്റെ കേന്ദ്രം, അതിന്റെ എസൻസ്, അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അതിന്റെ ഉമ്മ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മുഹ്കമാത്താണ്. എന്ന് പറഞ്ഞാൽ പലിശ വാങ്ങാൻ പറ്റൂല്ലേ? ഖുർആൻ നോക്കിയാൽ വാങ്ങാൻ പറ്റുന്നാണോ പറ്റൂല എന്നാണോ മനസ്സിലാവുക? തർക്കമല്ല, വാങ്ങരുത് എന്നാണ്. ഈ ആയത്ത് കണ്ടിട്ട് കുറച്ച് വാങ്ങാൻ തോന്നല്ലോ, അങ്ങനെയില്ല, അങ്ങനെ ഒരു പ്രശ്നമല്ല. വ്യഭിചരിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ചോദിച്ചാൽ വ്യഭിചാരത്തോട് അടുക്കാൻ പോലും പാടില്ല. അല്ലേ? അപ്പൊ അതിൽ വ്യക്തതയുണ്ട്, കൃത്യതയുണ്ട്. പറ്റുമോ പറ്റൂലേ എന്നുള്ള സന്ദേഹം ഇല്ല, സംശയമില്ല. മദ്യം കഴിക്കാൻ പറ്റുമോ ഇല്ലേ? സംശയമില്ല. അല്ലേ? അതേപോലെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കണോ വേണ്ടേ? സംശയമല്ല. സക്കാത്ത് ഉണ്ടോ ഇല്ലേ? സംശയമല്ല. ഹജ്ജ് ഉണ്ടോ ഇല്ലേ? സംശയമല്ല. ഖുർആൻ പാരായണം ചെയ്യണോ വേണ്ടേ? സംശയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് വേണോ വേണ്ടേ? സംശയമല്ല. അങ്ങനെ മുഹ്കമാത്തുകൾ ഖുർആനിൽ ഉമ്മുൽ കിതാബ്, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഹ്കമാത്താണ്. എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അതങ്ങനെ ആയിരിക്കോ ഇങ്ങനെ ആയിരിക്കോ എന്നൊന്നുമില്ലാത്ത വിധം ആർക്കും മനസ്സിലാകും വിധം വ്യക്തമായതാണ് കിതാബ്, ഈ ഖുർആനിന്റെ ഏറ്റവും പ്രധാനമായത്. എന്നാൽ മുതശാബിഹാത്തുൻ, എന്നാൽ ഇതിൽ അവ്യക്തമായവയും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞില്ലേ അലിഫ് ലാം മീം, അതെന്താണ്? അറിയില്ല. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഹാമീം, യാസീൻ, ഇതുപോലെയുള്ള അക്ഷരങ്ങൾ എന്താണ്? അറിയില്ല. അത് ഇന്നതായിരിക്കാം, ചിലപ്പോൾ ആയിരിക്കാം, ചിലപ്പോൾ അതായിരിക്കൂല, അതറിഞ്ഞൂടാ. അള്ളാഹുവിൻ്റെ കൈ, അള്ളാഹിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയില്ല. സുമ്മസ്തവാ അലൽ അർശ്, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി ഇരുന്നു. എങ്ങനെ ഇരിക്കുക? അള്ള എങ്ങനെ ഇരിക്കുക? അള്ള ഇരിക്കണ കസേര എങ്ങനത്തതായിരിക്കും? വസീ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്, അത് പിന്നെ അള്ളാഹുവിൻ്റെ അധികാരത്തെ കുറിക്കാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ മുതശാബിഹാത്തായിട്ടുള്ള ആയത്തുകൾ, അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. അതെങ്ങനെ ഇറങ്ങി വരിക? അപ്പോൾ അള്ളാഹ് ഏതെങ്കിലും ഒരു സ്ഥലത്താണോ? അപ്പോൾ അള്ളാഹ് എങ്ങനെ തിരിച്ചു കയറി പോവുക? മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഖുർആനിൽ അങ്ങനെയുള്ള കുറേ പരാമർശങ്ങളുണ്ട്. അത് മുതശാബിഹാത്താണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാത്തത് ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ തടസ്സമല്ല. എന്തെങ്കിലും ഒരു ഇടപാട് നടത്തണമായിരുന്നല്ലോ പടച്ചോനെ, ഈ ഇടപാടൊന്ന് നടത്തണം, അതിന് അലിഫ്ലാമീന്റെ അർത്ഥം തിരിഞ്ഞിട്ട് വേണ്ടേ എന്ന് നോക്കേണ്ടതില്ല. അലിഫ്ലാമീന്റെ അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒന്നും ഇടപാട് നടത്തുന്നതിനൊരു പ്രശ്നവുമില്ല, ഇടപഴകുന്നതിനൊരു പ്രശ്നവുമില്ല, മുസ്ലിമായി ജീവിക്കുന്നതിനൊരു തടസ്സവുമില്ല. അള്ളാഹു അർശിന്മേൽ ഇരുന്നു, എങ്ങനെയാണ് ഇരുന്നതെന്ന് തിരിഞ്ഞിക്കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് ഇതങ്ങ് ചെയ്യായിരുന്നല്ലോ എന്ന ഒരു പ്രശ്നം ഇല്ല. അള്ളാഹു ഇരുന്നു അതന്നെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയണത് എന്താണെന്ന് ചോദിച്ചാൽ,
പിന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കേണ്ടതില്ല എന്നാണ്. കാരണം അള്ളാഹു ഇരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അപ്പുറം മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. അള്ളാഹ് ഇരുന്നു അത്ര തന്നെ. എങ്ങനെ ഇരുന്നു അള്ളാഹുവല്ലോ, നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം. ഇവിടുന്ന് കഴിയരുത്. ദുനിയാവിന്റെ പരിമിതിയിൽ അത് സാധ്യമേ അല്ല. അതെന്തുകൊണ്ട് സാധ്യമല്ല? അതും കൂടി തിരിഞ്ഞാലേ ഞാൻ എന്ന് പറയും ചിലർ എന്നാണ് ഇവിടെ പറയുന്നത്. അതാരാണ്? അല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിനകത്ത് വക്രത ഉള്ള ആൾക്കാർ. പക്ഷേ നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞത് ഓല് കണ്ടിട്ടുണ്ടാവില്ല, പലിശ കൊടുക്കണ്ട അറിഞ്ഞ് കണ്ടിട്ടുണ്ടാവില്ല, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞത് ഓൽക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഓൽക്ക് ആകെ പ്രശ്നം അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്താ അത് പറയും. അതൊന്ന് പറഞ്ഞോണ്ടാ അള്ളാഹ്ക്ക് കൈ ഇങ്ങനെ കൈ അത് പറഞ്ഞു. ഇവര് ഇതിനെയാണ് പിൻപറ്റുക. അവരുദ്ദേശിക്കുന്നത് കുഴപ്പമുണ്ടാക്കണമെന്നാണ്. അപ്പൊ കുഴപ്പമുണ്ടാക്കണമെന്നുദ്ദേശിച്ച് അവ്യക്തമായതിന്റെ പിറകെ പോകുന്ന പണിയാണ് മനസ്സിൽ വക്രതയുള്ളവർ ചെയ്യുന്നത്. എന്നാലോ അവര് അതിന്റെ വ്യാഖ്യാനം കിട്ടിയേ തീരൂ എന്ന് പറയുന്നു. വമായ അലമു, എന്നാൽ അറിയുകയില്ല, തഅ്വീലഹു, അതിന്റെ വ്യാഖ്യാനമില്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ അറിയൂ. ഇത് പറയുന്നതും ഖുർആനിൽ തന്നെയാണ്. അള്ളാഹുവിനല്ലാതെ അതിന്റെ വ്യാഖ്യാനം അറിയുകയില്ല. എന്നാൽ അറിവിൽ പക്വത പ്രാപിച്ച ആൾക്കാരുണ്ട്. അറിവിൽ പക്വത പാലിക്കുക അതൊരു സംഗതിയാണ്. അറിവിനും വേണം ഒരു പക്വത, എന്തെങ്കിലും ആയാൽ പറ്റൂല. അങ്ങനെയുള്ളവർ എന്താണ് പറയുക? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബിഹി, അതിൽ, കുല്ലും മിൻ ഇൻദി റബ്ബിന, ഈ മുതശാബിഹാത്തും മുഹ്കമാത്തും ഒക്കെ എവിടുന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ അള്ളാഹുവിൽ നിന്ന് ആണ് ഇത് എന്നതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, ഞങ്ങളിതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ആര് പറയുക? അറിവിൽ പക്വതയുള്ള ആളുകൾ പറയുക എന്നാണ്. അപ്പൊ നമ്മള് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഡിവൈസ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മളിപ്പോൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു വാച്ച് കെട്ടാനുണ്ട്. ആ വാച്ചിൻ്റെ പ്രത്യേകത നമ്മളെ ഹൃദയത്തിൻ്റെ എല്ലാ മെഡിപ്പും സംഗതികളും അതിൽ കിട്ടും. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പം എന്തായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡോക്ടർക്ക് പോകാനായിട്ടുണ്ടെങ്കിൽ അതിൽ അലാറം അടിക്കും. നമ്മളുടെ പൾസ് താളം തെറ്റിയിരിക്കുന്നു, അത് ഗുരുതര സാഹചര്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, കാർഡിയാക് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളത് മെസ്സേജും വരും, അലാറും അടിക്കും. അങ്ങനത്തെ വാച്ച് ഉണ്ട്. ഇന്നലെ ഞാൻ അങ്ങനത്തെ ഒന്ന് കണ്ടു, ഇന്നലെ കണ്ടത്. അപ്പോൾ ഇത് നെഞ്ഞുവേദന, ഇത് ഗ്യാസിൻ്റെതാണോ, ഇനി അതല്ല വേറെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ടാണോ, അല്ല, അതൊന്നും ആലോചിച്ചിക്കണ്ട, മുമ്പൊരു മെസ്സേജ് ഇങ്ങ് തരൂ, വേഗം പോയിക്കോന്ന്, വേഗം പോയിക്കോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു വാച്ച് കെട്ടിയാൽ തന്നെ ഇത് സംഭവിക്കുന്നു. ഇത് നമ്മക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളെ വെല്ലിമ്മക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയാ? നമ്മക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളെ വെല്ലിമ്മ എങ്ങനെ ഇത് മനസ്സിലാക്കുക? അപ്പൊ നമ്മളെ വെല്ലിമ്മാന്റെ കാലത്ത്, വെല്ലിമ്മ യുവതിയായിരിക്കുന്ന കാലത്താണ് ഒരാൾ ഇങ്ങനെ പറയണമെങ്കിൽ പൊയ്ക്ക ചവിടുന്നു അറിയും, വേണ്ടാത്ത പറയാ. കാരണം ഇത് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിയില്ല? അവര് കഴിയില്ല. നമ്മളെ TV തന്നെ വെല്ലിമ്മന്റെ അമ്മക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ആള് വർത്താനം വരുമ്പോ ഇങ്ങനെ കാണുക, അതും എവിടോ ഉള്ളത്, കഴിയില്ല. ഫോണിന് വയറില്ല, കമ്പില്ല, ഒന്നുമില്ല, അല്ലേ? ഇപ്പൊ ഡിവൈസിന് ഇല്ലാത്ത സാധനം വരുന്നു എന്നാണ് പറയുന്നത്. ഉള്ളാകാലം ഒരു പക്ഷെ ഒരു 60ഓ 75ഓ കൊല്ലം കഴിഞ്ഞാല് അന്ന് ജീവിക്കുന്ന മനുഷ്യന്മാര്, അല്ലെങ്കിൽ അന്ന് ജനിച്ച മനുഷ്യന്മാര് ചിലപ്പോൾ മാതാപിതാക്കളോട് ചോദിക്കും, ഇതെന്തിനീ കറുത്ത വരട്ട കുറേ സ്ഥലം ഇങ്ങനെ എന്ന് ചോദിക്കും. റോഡ് കണ്ടിട്ടേ. കാരണം ഈ റോഡുമ്മ കൂടെ പോണ വണ്ടി ആയിരിക്കുമല്ലോ അന്ന് ഉണ്ടാകുക. വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ പൊന്തി നേരെ പോയി പോകുന്നിടത്ത് താന്ന് ഇങ്ങനത്തെ പറക്കുന്ന കാറുകളായിരിക്കും വളരെ അധികം ഉണ്ടാവുക. അപ്പൊ എന്തിനാണ് ഈ കാളകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കാളന്റെ കഴുത്തിൽ വടി കെട്ടിയിട്ട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണത് എന്ന് കാളവണ്ടി കാണുന്ന ഒരു കുട്ടി ഇന്ന് ചോദിക്കും, എന്തിനാ ഈ കാളകൾ ഇങ്ങനെ ഇടങ്ങാറാക്കുന്നത്? ഒരു വണ്ടി എടുത്ത് പോയാൽ പോരെ, ഈ കാളനെ സ്വീപ്പാക്കേണ്ടിയിരുന്നോ എന്ന് ചോദിക്കും. കാരണം എന്താ വെച്ചാൽ കാളവണ്ടി എന്തായിരുന്നു എന്ന് കാളവണ്ടി യുഗത്തിൽ മനസ്സിലാക്കിയ ഇത് കാണുമ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് അത്ഭുതം തോന്നുകയാണ്. പക്ഷെ കാളവണ്ടി യുഗത്തിലുള്ള ഒരാളോട് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർക്കത്
ഉൾക്കൊള്ളാൻ കഴിയില്ല. മനുഷ്യന്റെ ബുദ്ധിയും ഉൾക്കൊള്ളാനുള്ള ശേഷിയും വളരെ പരിമിതമാണ്. ഈ ദുനിയാവിൽ തന്നെ അങ്ങനെയാണ്. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ ഈ കവറിലുള്ള സാധനം കാണിച്ചാൽ നിങ്ങളെ ജീവിതത്തിൽ ഇത് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞു കവറ് തുറക്കി എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റും. അപ്പൊ കവർ തുറക്കുമ്പോൾ ശരിയാ, ഞാനത് ഇതുവരെ കണ്ടില്ലേനും. എന്താ കാര്യം എന്ന് വെച്ചാൽ പേസ് മേക്കർ ഇല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെക്കണേ. അപ്പൊ അത് മരിച്ചതിന് ശേഷം ആളെ അടുത്തുനിന്ന് അതിങ്ങ് എടുത്തിട്ട് ഉള്ളതാണ്, അത് കവറിലാക്കിയത്. അപ്പൊ 4 ദിവസം മുമ്പ് മരിച്ചുപോയ ഒരാളതാണത്. അപ്പൊ ഇതും കൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും കാലം എന്തായത് ഈ പമ്പ് ചെയ്തത്. അതിൽ ബാറ്ററി തീരൊക്കെ ചെയ്യും. ബാറ്ററി തീർന്നാൽ പിന്നെ എടുത്തിട്ട് ബാറ്ററി ഇട്ട് രണ്ടാമതും കൂടെ തന്നെ സെറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ ഹൃദയം ഡിം 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 എന്നാണ്. ഈ സാധനമൊക്കെ മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കോ? ഇല്ല. അപ്പൊ ദുനിയാവിൽ തന്നെ കുറഞ്ഞ കാലം കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് അടുത്ത കാലത്തുണ്ടാകുന്നത്. തൊട്ടടുത്ത കാലത്തുണ്ടാകുന്നത് അത്രയും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ്. എങ്കിൽ പിന്നെ ദുനിയാവിന്റെ മൊത്തം കാര്യങ്ങൾ കഴിഞ്ഞ് പരലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഒരു വസ്തുവിന്റെ പേര് പറഞ്ഞാൽ നമുക്ക് അനുഭവമുള്ള ഒരു സാധനമാണെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ. കുന്താപ്പി ബുസ്രോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല. കാരണം നമ്മളെ ജീവിതത്തിൽ അതിൽ അനുഭവം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതേ സമയത്ത് ചക്ക, മാങ്ങ, തേങ്ങ എന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് സ്വർഗത്തിലുള്ള പഴങ്ങളെ കുറിച്ച് പോലും പറഞ്ഞത് നമുക്ക് പരിചയമുള്ള പദങ്ങൾ ആണ്. മുന്തിരി, റുമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് കിട്ടുമെന്ന് പറ. അല്ലാതെ എന്തോ ഒരു പേരങ്ങ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അതെങ്ങനെയാണ്. അവിടെ പോയാൽ ചിലപ്പോൾ തിന്നാനും തോന്നൂല. അത് കേട്ട് പരിചയമില്ലാത്തൊരു സാധനമാണല്ലോ. അപ്പോ നമുക്കുള്ള പരിമിതിയുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം തിരിഞ്ഞേ പറ്റൂ. അതെങ്ങനെയാന്ന് മനസ്സിലായേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾ വലിയ തത്വം ചോദിക്കും പോലെ, ഭയങ്കരമായ ചോദ്യം പോലെയൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഉദാഹരണം, ഒരാള് ചോദിക്കുകയാണ്, അയാൾ നല്ല മനുഷ്യനാണ്, ഷാറാണ്, സ്വർഗാവകാശിയാണ്, സ്വർഗത്ത് പോയാൽ എന്ത് ചോദിച്ചാലും കിട്ടൂലേ? കിട്ടും. അയാളുടെ മോനാണെങ്കിൽ ഭയങ്കര തോന്നിയാസിയാണ്, നരകാവകാശിയാണ്. അപ്പൊ സ്വർഗത്ത് പോയിട്ട് ഇയാൾ പറയാൻ എൻ്റെ മോൻ എൻ്റെ അടുത്തേക്ക് ആക്കി തരണേ എന്ന് പറഞ്ഞാലോ? കിട്ടണോ? കിട്ടണ്ടേ? കിട്ടിയാലല്ലേ സ്വർഗാവുള്ളൂ. പക്ഷെ അങ്ങനെ കിട്ടിയാൽ പിന്നെ ഈ തോന്നിയാസം ചെയ്തവന്റെ നരകം എന്താവും? അപ്പോ നരകം ഉണ്ടാവോ? സ്വർഗമായില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ കുറ്റം ചെയ്തവർക്ക് നരകാണ്, നല്ല ചെയ്തവർക്ക് സ്വർഗാണെന്നുള്ളത് പൊളിഞ്ഞു പോലേ. ഇതൊക്കെ കേട്ടാൽ വിചാരിക്കും ഭയങ്കര ചോദ്യം. എന്താ ചോദ്യം? ഓനൊക്കെ ഭയങ്കരമായ ബുദ്ധിശാലിയാണ്. സത്യത്തിൽ ഓന് സ്വർഗം അറിയില്ല, നരകം അറിയില്ല, പരലോകം അറിയില്ല. കാരണം പരലോകത്ത് ഈ ഇവിടുന്ന് ചിന്തിക്കണമൊന്നുമല്ല. അവിടെ വേറെ ഒരു സ്റ്റൈലാണ്. അവിടെ ചെന്നാൽ തോന്നിയാസുള്ള മോനെ ഇവൻ ആഗ്രഹിക്കോ? ഇനി ആഗ്രഹിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നടപ്പിലാക്കി കൊടുക്കാൻ നമ്മളടുത്തുള്ള മാതിരിയുള്ള ഇടപാടാണോ അള്ളാഹിന്റെ അടുത്തുള്ളത്? ഒരു പെണ്ണും ആണും നല്ല സുഖമായിട്ട് ഇവിടെ ജീവിക്കുക, ഭാര്യ ഭർത്താക്കന്മാർ, വളരെ സന്തോഷം, വളരെ റാഹത്ത്. അങ്ങനെ ഇരിക്കെ ഭർത്താവ് മരിച്ചുപോയി, ആ പെണ്ണിന് വേറൊരാൾ കല്യാണം കഴിച്ച് അവരും നല്ല റാഹത്തിലും സ്നേഹത്തിലും ജീവിക്കുകയാണ്. സ്വർഗത്തിലെത്തിയാൽ ഈ പെണ്ണ് ആരുടെ ഭാര്യയായിരിക്കും? കുടുങ്ങി. മതക്കാരൊക്കെ കുടുങ്ങി. എന്ത് കുടുങ്ങുന്നത്? നീ മനസ്സിലാക്കുന്നത് പോലെ അള്ളാഹു എന്ന് പറയുന്നത് പരിമിതമായ എന്തോ ഒന്നും എടുത്താൽ മറ്റേതങ്ങ് തീർന്നു പോകുന്ന നിന്റെ കഥയെ നിനക്കറിയുള്ളൂ. പരലോകം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ലൈഫ് എങ്ങനെയായിരിക്കും, അവിടുത്തെ സാന്നിധ്യം എന്തായിരിക്കും എന്നതിനെ കുറിച്ചൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷി നിന്റെ മണ്ടയ്ക്ക് ഇപ്പോഴില്ല എന്നതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അപ്പൊ ചുമരിന്റെ മുകളിൽ ഇങ്ങനെ വലിയൊരു മനുഷ്യന്റെ കോലം വരച്ചിട്ട് അള്ളാഹ്ക്ക് കണ്ണുണ്ടോ? ഇല്ല. മായ്ച്ചു. കാതുണ്ടോ? മായ്ച്ചു. കൈയുണ്ടോ? മായ്ച്ചു. അങ്ങനെ ഫുള്ള് മായ്ച്ചപ്പോ അള്ളാഹുണ്ടോ? ഇല്ല. അപ്പൊ എന്താ കാരണം? നീ അള്ളാഹു എന്നതിനെ കാണുന്നത് നിന്നെപ്പോലെ ഒന്നാണെന്ന് വിചാരിച്ചിട്ടാണ്. അത് വേറൊരു സംഭവമാണ്. അപ്പോൾ നിന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്. കാഴ്ചക്ക് പരിമിതിയുള്ളതുപോലെ ഒരു കൈ വെച്ചാ പിന്നെ അപ്പുറത്തുള്ളത് കാണൂല, കാതിൽ ചെവി മഞ്ഞ് വെച്ചാ പിന്നൊന്നും കേൾക്കൂല. ചിലവർക്ക് കഞ്ഞി വെച്ചില്ലേ തന്നെ കേൾക്കൂല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുള്ളൂ, ഒന്നും കേട്ടിട്ടുണ്ടാവൂല. അപ്പോ അതിനൊക്കെ പരിമിതിയുണ്ട്. നടക്കുന്നതിന് പരിമിതിയുണ്ട്, അല്ലേ? ചൂട് സഹിക്കുന്നതിന് പരിമിതിയുണ്ട്, തണുപ്പ് സഹിക്കുന്നതിന് പരിമിതിയുണ്ട്. അതൊരു ഓവറായി ശബ്ദം കേൾക്കുന്നതിന് പരിമിതിയുണ്ട്. ശബ്ദം ഓവറായ ആള് മരിച്ചു.
ഭയങ്കര സംഭവം. അപ്പൊ ഇതുപോലെ ബുദ്ധിക്ക് പരിമിതിയുണ്ട്, നിനക്ക് മനസ്സിലാക്കാനുള്ള ശേഷിക്ക് പരിമിതിയുണ്ട്. അപ്പൊ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിനക്ക് പരിമിതിയുണ്ട് എന്ന് നീ അംഗീകരിക്കണം. അപ്പൊ അതുകൊണ്ട് മുഹ്കമാത്തുകൾ നീ ശ്രദ്ധിക്കുക. നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ മുതശാബിഹാത്തിന്റെ പിന്നാലെ പോകേണ്ടതില്ല. കാരണം അത് മനസ്സിൽ വക്രതയുള്ളവരുടെ പണിയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ. ഈ ഖൽബ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എല്ലാവരും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന അവസ്ഥയിലല്ലാതെ ആരും ജനിക്കുന്നില്ല. എത്ര കൊടിയ കാഫിറിന്റെ മോനും ജനിക്കുന്നത് യൂലദു അലൽ ഫിത്ര, ഏറ്റവും നല്ല പ്രകൃതത്തിലാണ്, ശുദ്ധ പ്രകൃതത്തിലാണ്. ഏത് കൊടും കാഫിറിന്റെ മോൻ റസൂലുള്ളാഹി പഠിപ്പിച്ചു, കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, ഏറ്റവും ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. മുസ്ലിമായിട്ടല്ലാണ്ട് ആരും ജനിക്കുന്നില്ല. പിന്നീട് അവൻ വഴിതെറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി ജീവിച്ചു, കാഫിറായിട്ട് മരിച്ചു പോകുന്ന അവസ്ഥ അത്യന്തം ദയനീയമായ ഒരവസ്ഥയാണ്. കാരണം അവന്റെ പരിണിതി പിന്നെന്തായിരിക്കും? നരകമായിരിക്കും. അപ്പോൾ ഹിദായത്ത് എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഇപ്പൊ നമ്മള് അല്ലാഹു എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു വികാരം അല്ല ഇതര മതസമൂഹത്തിൽപ്പെട്ടവരുടെ മനസ്സിൽ തെളിഞ്ഞു വരിക. പരലോകം എന്ന് പറയുമ്പോൾ, ഖബർ, ബർസഖ് ജീവിതം എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. നമ്മൾക്ക് കിട്ടിയ സംഗതികളൊക്കെ എഴുതി വെച്ച് എഴുതി വെച്ച് നോക്കിയാൽ കിട്ടാത്തേക്ക് തോന്നുണ്ടാകുക, എഴുതിയൊക്കെ അങ്ങനെ നമുക്ക് അതിലാണ് ശ്രദ്ധ എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് പരാതികൾ, ആവലാതികൾ, പഠിച്ചോനെ എനിക്ക് അതില്ല, ഇതില്ല, മറ്റേത് മറിച്ച് ഒന്നുമില്ല, സങ്കടപ്പെട്ട് ജീവിക്കുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കൂ, നമുക്ക് കിട്ടിയ ഹിദായത്ത് എന്ന് പറയുന്ന ഒരൊറ്റ സംഗതി ബാക്കി എല്ലാത്തിനെയും അപ്രസക്തമാക്കി കളയുന്നതാണ്. കാരണം അതൊരു മനസ്സിന്റെ ഒരു സംഗതിയാണല്ലോ. ഖൽബൊന്ന് ചെറുതായിട്ട് ഒന്ന് ഇളകിപ്പോയാൽ പിന്നെന്താവും? പിന്നെ സംശയം തന്നെയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിലെങ്ങാനും ഒരു സംശയം വന്ന് പെട്ടാലുണ്ടല്ലോ, പിന്നെ അയാളെ ഒന്നിനും പറ്റൂല എന്നാൽ നിങ്ങൾ പുറകെ പോയിട്ട് വെറുതെ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നോക്ക്, വെറുതെ ഇങ്ങനെ നോക്കി നോക്ക്. അൽഹംദുലില്ലാ ഇന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാനിപ്പോ ഇത് മാറോടടിക്കണത്. മെഡിക്കൽ കോളേജിൽ നിന്ന് മാറിയണോ? വെറുതെ തോന്നിയാ പോയോ? ഒരാൾക്ക് അങ്ങോട്ട് തോന്നി, അവിടുന്ന് ഇങ്ങനെ ബേബി ഫാത്തിമ, ബേബി ഖദീജ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യുമ്പല ടാഗ് ഇട്ട് കെട്ടണന് മുമ്പ് മാറിയെങ്കിലോ എന്താക്കുവിനും? അല്ല, ശരിക്കും മാറിയണോ എന്നൊരാൾ ചിന്തിച്ചാൽ പിന്നെ അയാൾക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. ശരിക്ക് ഇതല്ല ഞാൻ വേറെ എന്ന് പറഞ്ഞില്ലേ ഒരു ചകായി, ഞാന് ശരിക്കും ഇതല്ല, എന്നെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു, ഞാൻ വേറെയാണ്, ഇത് വേറെ ഞാനാണ്, ഇത് നമുക്ക് മാറിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരാൾക്ക് തോന്നി എന്താക്കും? നിങ്ങൾ രാവിലെ വരുമ്പോ ചായ കുടിച്ചോ? കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ചായ ഉണ്ടാക്കി ആരൊക്കെ? പൈപ്പൊന്നും തുറന്നല്ലാതെ. അപ്പൊ ഇങ്ങനെ വെറുതെ വെള്ളം കോരുമ്പോ തോന്നുന്നു എന്നാലും രാത്രി ആരെങ്കിലും ഇതിൽ കലക്കി ഉണ്ടാവും എന്തെങ്കിലും, വെറുതെ തോന്നുന്നവരൊക്കെ. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ആ വെള്ളം കൊണ്ട് ചായ ഉണ്ടാക്കാൻ കഴിയോ? ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ ആ വെള്ളം കുപ്പിയിലെടുത്ത് നമ്മള് ഇവിടെ വെള്ളം പരിശോധിക്കുന്ന സ്ഥലമുണ്ട് പ്രോവിഡൻസിന്റെ അടുത്ത്, അവിടെ കൊണ്ടുപോകണം. അവിടെ 10 മണിക്കേ തുറക്കുള്ളൂ. എന്നാൽ തുറന്ന പാട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിരൊന്നുമില്ല, അതവിടെ വാങ്ങിച്ച ഷീട്ട് തന്ന് ഓൾക്ക് സൗകര്യമുള്ളപ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്തിരാ. അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് വരുന്നവരെ ചായ കുടിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിതെല്ലാം ഒരു വിശ്വാസത്തിന് മുകളിൽ ഇങ്ങനെ പോവാണ്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു പരസ്പര വിശ്വാസത്തിന് നമ്മളിങ്ങനെ പോവല്ലേ. അതങ്ങോട്ട് പോയാൽ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ തോന്നുന്ന രാത്രി ഞാൻ ഉറങ്ങിയ ചങ്ങായിനെ കഴുത്ത് വെച്ച് വെക്കുമെന്ന് വെറുതെ തോന്നി വിചാരിക്കാം. എന്തിനു പറ്റും? പിന്നെ ഉറക്കം വരുമോ? ഉറക്കം വരും. അപ്പോ മനസ്സ് വല്ലാത്തൊരു സാധനമാണ് ഖൽബ്. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഈ ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഇവിടുന്ന് എന്ത് ചെയ്യരുത്? ഇത് തെറ്റിക്കല്ലേ പഠിച്ചോനെ. തെറ്റിപ്പോയാൽ ഇന്നലെ കുറൂർ തരീക്കത്തിനെ പറ്റിയിട്ട് നിങ്ങൾ വായിച്ചതേ, നമ്മളെ നക്ഷബന്ദിയ കൊടുവള്ളിയുള്ള അതിന്റെ പുതിയ നബിന്റെ പേര് ഷാവുൽ അമീദ് എന്നാണ്. പിന്നെ ഒരു ഹജ്ജ് വെറുതെ 5-8 ലക്ഷം രൂപ കൊടുക്കണ്ട, ഇവിടുത്തെ അല്ലാണ്. കൊടുവള്ളി പോണ വഴിക്ക് അവിടെ പോയി ഹജ്ജും ചെയ്യാം,
അങ്ങനെയൊക്കെയുള്ള പരിപാടി. അപ്പോൾ അത് കുറച്ച് ഇവിടെ ഉണ്ട്, കുറച്ച് കീഴ്ശ്ശേരി ഭാഗത്തുണ്ട്, കുറച്ച് അങ്ങനെ. ഇപ്പം അത് പോലീസ് കേസായി. ഈ പിന്നെ എന്തോ ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അതാരോ പരാതി കൊടുത്ത് പോലീസ് കേസൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം അത് ഇപ്പം രണ്ടാമത് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിൽ തന്നെ ഇവിടുന്ന് പുല്ലാളൂരിൽ നിന്ന് അങ്ങനോട് പോയാൽ കൊടുവള്ളി പോണ വഴിക്ക് നമുക്ക് പുത്തം വീട് എന്നൊക്കെ പറയുന്നത് അവിടെ ചെന്നാൽ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മനുഷ്യന്മാർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്ത് കാത്തിക്കുകയാണ്. നിങ്ങളിങ്ങോട്ട് വരും, ഇവിടുന്ന് ഹജ്ജ് ചെയ്യാം. ഹജ്ജ് ചെയ്യാന്ന് മാത്രല്ല, അവിടുത്തെ ഹജ്ജ് സഹിയാവൂല എന്ന് അവര് പറയണത്. ഇവിടെ ഹജ്ജ് ശരിക്കില്ല. ഇങ്ങനെയൊക്കെ അള്ളാഹുവെ ഖൽബിന്റെ ഉള്ളിൽ വെറുതെ ഒരു തോന്നൽ ഉണ്ടായാൽ പോരെ. അതുകൊണ്ട് ഹിദായത്ത് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ഗുരുതരമായ ഒരു സാഹചര്യമാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബന. നമ്മൾ ഫാത്തിഹയിൽ പ്രാർത്ഥിക്കുന്നു ഗൈറൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, കോപിക്കപ്പെട്ടവരുടെയോ ശപിക്കപ്പെട്ടവരുടെയോ അല്ലെ വഴി പിഴച്ചവരുടെയോ മാർഗത്തിൽ ആവരുതേ പടച്ചോനെ എന്ന് പറയുന്നത് ഇതിനാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതനാ. ഹിദായത്ത് കിട്ടി, അതിനുശേഷം പിന്നെ അതിൽ നിന്ന് തെറ്റിപ്പോകാതെ നീ കാക്കണേ പടച്ചോനെ. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നീ ഞങ്ങൾക്ക് എന്താക്കണം, നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ പടച്ചോനെ. ഇന്നക അൻതൽ വഹാബ്, നീ അത്യുദാരനാണ് റബ്ബേ. ഇത് അള്ളന്നെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. പൂട്ടുണ്ടാക്കിയവൻ തന്നെ ഉണ്ടാക്കണ്ടേ താക്കോല്, ആ താക്കോല് കൊണ്ട് തന്നെ തുറക്കണ്ടേ പൂട്ട്. കൊഞ്ചുള്ള ഒരു സ്വർണ്ണ താക്കോല് കിട്ടിയിട്ടുണ്ട് എനിക്ക്, ഇതാണ് എൻ്റെ താക്കോല് എന്ന് പറഞ്ഞിട്ട് പോയാൽ പൂട്ട് തുറക്കൂല. താക്കോല് സ്വർണത്തിന്റെ തന്നെ, തൂക്കിട്ട പൈസയും കിട്ടും. പക്ഷെ ഈ പൂട്ട് തുറക്കണമെങ്കിൽ ഇതിന്റെ താക്കോല് തന്നെ കൊണ്ടുവരണ്ടേ. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടാൻ അള്ളാഹു പഠിപ്പിച്ചു തരുന്ന ദുആയാണ്. അതുകൊണ്ടത് ആരും മറന്നു പോയരുത്. ഇത് എല്ലാ ദിവസവും ദുആയിക്കുക. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഇന്നക, നീ ആകുന്നു, ജാമിഉൻ, ഒരുമിച്ച് കൂട്ടുന്നവൻ, ജാമിഉൻ നാസ്, ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവൻ, യൗമിൻ ലാ റൈബ ഫീ, ഒരു ദിവസം ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവനാണ് നീ. ആ ഒരുമിച്ച് കൂട്ടൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സന്മാർഗത്തിന്റെ തന്നെ ആവശ്യം വരുന്നത്. അള്ളാഹ് ഒന്നാണോ പത്താണോ എത്ര ആയാലും ഇപ്പം എന്താ, മരണത്തോടു കൂടി ഇതെല്ലാം കണ്ട് നിന്നു പോവുകയാണെങ്കിൽ പരലോകത്ത് നമ്മളെ നാഥൻ നാളെ ഒരുമിച്ച് കൂട്ടുന്നു എന്നതുകൊണ്ടാണ് നന്മയും തിന്മയും പ്രസക്തമാകുന്നത്, ഹക്കും ബാത്തിലും പ്രസക്തമാകുന്നത്, ഹിദായത്തും ദലാലത്തും പ്രസക്തമാകുന്നത്. അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള അവൻ്റെ ഏറ്റവും വലിയ ബോധ്യം എന്താണെന്ന് ചോദിച്ചാൽ, നാളെ ജനങ്ങളെ മുഴുവനും ഒരു സംശയവും വേണ്ട അവിടെ ഒരുമിച്ച് കൂട്ടും എന്നാണ്. അപ്പൊ ഇവിടുത്തെ വിജയമല്ല വിജയം, യഥാർത്ഥ വിജയം വേറെ വരാനുണ്ട്. ഇവിടുത്തെ വിജയത്തിന്റെ കഥയൊക്കെ നമ്മളിപ്പോ കണ്ടല്ലോ പത്രത്തിൽ അല്ലേ. നമ്മൾ വോട്ടിട്ടീം വിചാരിക്കണവരെ വോട്ടൊക്കെ ഇപ്പൊ എന്തായാലും എന്നുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതാണ് വിജയം, എല്ലാവരും എന്നിട്ടും ചെയ്യുന്നുണ്ടല്ലോ, ഇവർക്ക് എന്നെ പിന്തുണ എന്നൊക്കെ ബേജാറായി നിൽക്കണവരോട് പറയണം, നിങ്ങൾ അങ്ങനെ ബേജാറാണ്ട, ഇത് ശരിക്കും ഉള്ളതല്ല, ശരിക്കും ശരിയായ ശരി ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ സകല ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു നാൾ വരാനുണ്ട്. ഇതാണ് മർമ്മം. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, നിശ്ചയമായിട്ടും അള്ളാഹു വാഗ്ദത്തം ലംഘിക്കുകയില്ല. പടച്ചോനൊരു സംഗതി വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കുന്നവനല്ല, അത് തീർച്ചയായിട്ടും എന്താക്കും, അള്ളാഹു പൂർത്തീകരിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണയിക്കുന്നതും ബാലൻസ് ചെയ്യിക്കുന്നതുമെല്ലാം ഈ ഒരു അടിസ്ഥാനത്തിലാണ്. നാളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. നമ്മൾ സാധാരണ പഴയ ഭാഷയിൽ മഹ്ശറ വൻസഭ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സദസ്സ്. ഇപ്പൊ ഈ കുറഞ്ഞ ആൾക്കാർ ഇരിക്കുന്ന ഇവിടെ തന്നെ ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അയാളെ വൈബെല്ലാം കൂടി പറഞ്ഞാലോ, അയാൾക്ക് പറയാൻ ഇഷ്ടമല്ലാത്ത അയാളുടെ ജീവിതത്തിലെ ന്യൂനതകളെല്ലാം കൂടി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ മാനം കെട്ടു. അതിനേക്കാളും നല്ല അയാൾ അടിക്കലാണ് അല്ലേ. അയാൾ അടിക്കുന്നതാണ് അയാൾ ഇഷ്ടപ്പെടുക, അയാളുടെ മോശത്തരം നാലാളുടെ പറയുന്നതിനേക്കാൾ. അപ്പൊ ഒരാളുടെ മുമ്പിൽ പറഞ്ഞാൽ തന്നെ മാനക്കേട്, ഒരു സദസ്സിന് മുമ്പിൽ പറഞ്ഞാൽ അതിലേറെ മാനക്കേട്. ലോകത്ത്
ആദം നബി മുതൽ അന്ത്യനാളിൻ്റെ അന്ന് വരെ ജനിച്ച മൊത്തം ആൾക്കാരുള്ളൊരു സദസ്സിൽ നമ്മളെങ്ങനെ സ്ക്രീനിൽ കാണിക്കുകയാണ് വിചാരിച്ചു. പണ്ടാണെങ്കിൽ നമ്മൾക്ക് വിചാരിക്കാനോ ഇത്രയും തോന്നെ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഇത് പറഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പം അതൊക്കെ മാറിയില്ലേ, ഇപ്പം സ്ക്രീന് വന്നില്ലേ. ആ സ്ക്രീൻ ഇപ്പോൾ എല്ലാവർക്കും കൂടി ഒരു സ്ക്രീൻ ആക്കണ്ട. ചില ഫ്ലൈറ്റിലൊക്കെ കയറിയാൽ ഓരോ സീറ്റിലും ഉണ്ടാവും ടി വി അല്ലേ, ഓരോ സീറ്റിലും സ്ക്രീനാണ്. ഇതുപോലെ എല്ലാവരുടെ കയ്യിലും സ്ക്രീൻ ഉണ്ടാവുന്ന ഒരവസ്ഥയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുറേ നേരമൊന്നും കാണിക്കാൻ വേണ്ട, 3 മിനിറ്റ് കൊണ്ട് തന്നെ വലിയ വലിയ സംഗതികൾ കാണിക്കുന്ന റീൽസാണ് ഇപ്പോൾ കുട്ടികളുടെ കയ്യിലുള്ളത്. ഇത്ര പെട്ടെന്ന് എന്തും കാണിക്കാൻ പറ്റുന്നൊരു കാലമാണ്. അപ്പം മഹ്ശറ എന്ന് പറയുന്ന വൻസഭയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റാത്തത്രയും കാലം നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ മാനം കെട്ടു പോവുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ് നീ എന്ന ബോധം നമ്മളെ നേർവഴിക്ക് നയിക്കാൻ കരുത്തുള്ളതാണ്. അള്ളാഹ് കാണും എന്ന വിചാരം ഉണ്ടാവും. ആൾക്കാർ കാണേ, ആൾക്കാർ കണ്ടില്ലെങ്കിലാവാം എന്നാണ് അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ആൾക്കാർ കണ്ടാലും കണ്ടില്ലെങ്കിലും ആര് കാണും? അള്ളാഹു കാണും. ഇന്നല്ലദീന കഫറൂ, എന്നാൽ നിഷേധികളായ ആളുകൾ ലൻ തുഗ്നി അൻഹും, അവർക്ക് ഉപകരിക്കുകയില്ല, അംവാലുഹും, അവരുടെ സ്വത്ത്. ഇവിടെ ബ്ലഡ് മണി നൽകിയാൽ കൈച്ചലാവാൻ പറ്റും പല കേസും അല്ലേ, അല്ലെങ്കിൽ പൈസ കൊടുത്ത് നല്ല വക്കീലിനെ വെച്ചാൽ കേസിന് അതിജയിക്കാൻ പറ്റും. ഈ പോയി കേസ് കൊടുത്തോന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ നോക്കിക്കോളാം, കോടതിയിൽ കാണാം എന്ന് പറഞ്ഞാൽ നല്ല വക്കീലിനെ വെച്ചാൽ അതൊക്കെ മറികടക്കും. ആളുകളെ കൊന്നോന്ന് നീ ആരോപിക്കുകയാണ് അല്ലേ, ശരിക്കും വെട്ടി നുറുക്കി കൊന്നവരെ രക്ഷപ്പെടുന്നു. അപ്പൊ എനിക്ക് അത് പ്രശ്നമല്ല, പണമുണ്ട്. ഇനി അതല്ലെങ്കിൽ ഔലാദ്, നല്ല സന്താനങ്ങളുണ്ട്, 10-15 അപ്പുറത്തും നിന്ന് പ്രതിരോധിക്കാനുണ്ട്. ആരടാ എനിക്ക് എന്നെ തല്ലാൻ അല്ലേ? മക്കളുണ്ട്, സ്വത്തുണ്ട്. ഇതുകൊണ്ടൊക്കെ ദുനിയാവിൽ പലതും നേടാൻ കഴിയും, പലതിനെയും തടുത്തു വെക്കാൻ കഴിയും. അള്ളാഹു പറയുകയാണ്, ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. അള്ളാഹു തആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു അടര്, അതാണ് ഷൈഅ്, ഒരിത്തിരി കുഞ്ഞൻ കാര്യം പോലും വന്നാൽ അതിനെ തടുക്കാൻ നിന്റെ പണത്തിനും നിന്റെ സന്താനങ്ങൾക്കും സാധ്യമല്ല. മേഘവിസ്ഫോടനം എവിടെ? എന്താ ഇപ്പൊ സംഭവം? നമ്മളിങ്ങനെ മേലോട്ട് നോക്കുമ്പോൾ കറുത്തിരുണ്ട മഴമേഘങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത് കാണാം. എന്തൊരു കൂളായിട്ടാണ് ഇതിങ്ങനെ പോണത്, അങ്ങോട്ട് പോണ് ഇങ്ങോട്ട്. എന്താ ഇതിൻ്റെ വെയിറ്റ് എന്നറിയോ? ഈ വെള്ളമുള്ള മേഘങ്ങളുണ്ടല്ലോ, മഴമേഘങ്ങൾ, ഈ എത്ര ഗ്യാലൻ കണക്കിന് വെള്ളമാണത്. അതിനെ അള്ളാഹു താഴേക്ക് എത്തിക്കുന്ന രീതിയോ നൂലായിട്ട് ഷവർ തുറന്നു വെച്ച പോലെ ഇങ്ങനെ നമ്മൾ മേല് കൊണ്ടാൽ നല്ല സുഖം കിട്ടുന്ന മഴ നനഞ്ഞ കവിതകൾ എത്രയുണ്ട്. ഈ മഴ അങ്ങനെ നൂലൊന്നല്ലാണ്ട് ആയിട്ടങ്ങ് വീണാലോ എന്താ കഥ? നമ്മൾ പറയില്ല, കാരണം നമ്മളതിൻ്റെ അടിയിലായിപ്പോയി പിന്നെ പറയാൻ നമ്മളുണ്ടാവില്ലല്ലോ. ദൂരത്തുള്ളവർ പറയും കക്കോടിയിൽ മേഘവിസ്ഫോടനം. ഒരു വാർത്ത കഴിഞ്ഞ് നിങ്ങളുണ്ടാക്കിയ ഒരു കോൺക്രീറ്റിനും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുണ്ടാക്കിയ ഒരു പാലത്തിൻ്റെ അടിയിൽ പോയി ഒളിച്ചിട്ടും കാര്യമില്ല, അത് പപ്പടം പൊടിഞ്ഞ മാതിരി ഒടിഞ്ഞു പോകും. തടുക്കാനാവൂല കേട്ടോ മക്കളെ. നിങ്ങളെ പൈസ കൊണ്ടും കഴിയൂല, മക്കളെ കൊണ്ടും കഴിയൂല. സൂറത്തു സജദ വെള്ളിയാഴ്ച സുബൈക്ക് ഓതുന്ന ഒരു സൂറത്താണ്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ വലിയ വലിയ ശിക്ഷകൾ, ദൂനൽ അദാബിൽ അദ്നാ, നിങ്ങളെ വലിയ വലിയ ശിക്ഷകൾ ആസ്വദിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ ആസ്വദിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ബോധം ഉണ്ടാവാൻ കൂടി വേണ്ടിയാണത്. അങ്ങനെ അല്ലാഹു തആല ഒരു സംഗതി, ഒരു പ്രദേശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇതിപ്പോ നാശമെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അത് ശിക്ഷയെന്നൊന്നും അതിന് മനസ്സിലാക്കി പോരുത്. പക്ഷെ ശിക്ഷയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നതിനെ രക്ഷിക്കാൻ നിങ്ങളെ സമ്പത്തിനും സന്താനങ്ങൾക്കും കഴിയില്ല. മനസ്സിലാകും. അപ്പോൾ നിലവിലുള്ള ഒരു ഘടനയിൽ ഒരു ചെറിയ ഒരു നമ്മൾ ജീവിച്ചിരിക്കുക എത്ര ഇടിമിന്നൽ നമ്മൾ കണ്ടു, എത്ര ഇടിമിന്നൽ നമ്മൾ കണ്ടു. നമ്മളെ മുറ്റത്ത് വന്ന് എത്ര എണ്ണം പൊട്ടി. നമ്മളതിൻ്റെയൊക്കെ ശേഷം ജീവിക്കുന്നു അല്ലേ? പക്ഷെ ഇടിമിന്നലേറ്റ് എത്രയോ പേർ മരണപ്പെട്ടില്ലേ?
മരണപ്പെട്ടു. അപ്പൊ നമ്മളതിൽ പെടാതെ ഇരുന്നത് നമ്മളടുത്ത് എന്തെങ്കിലും ഒരു കവചം ഉണ്ടായത് കൊണ്ടല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളുടെ സമ്പത്തിനോ സന്താനങ്ങൾക്കോ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്ന് നിങ്ങളെ തടയാനാവില്ല. നിങ്ങൾ വലിയ ശുജായികളാണ്, നിങ്ങൾക്ക് ഒരുപാട് ഡെസിഗ്നേഷൻ ഉണ്ട്, പദവിയുണ്ട്, സ്ഥാനമുണ്ട്, സംഭവമൊക്കെയാണ്. പക്ഷേ എല്ലാ പദവികളെയും അലങ്കാരങ്ങളെയും സ്ഥാനങ്ങളെയും സ്ഥാനവസ്ത്രങ്ങളെയും ഒക്കെ ഉരിഞ്ഞു കളഞ്ഞിട്ട് അള്ള പറയാണ്, ജി നരകത്തിന്റെ വിറകാടോ. ഇനി വേറും ഒരു ബെറുങ്കൊള്ളിയാണ്. അതാണ് നരകത്തിന്റെ ഒരു കൊള്ളി, ഒരു വിറക്, അതാണ്. അല്ലാണ്ട് ഒന്നുമല്ല. ഇത് ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വംശീയതയുടെ പേരിൽ ഖുർആനിന് അംഗീകരിക്കാത്ത ഒരു സമൂഹം ജീവിച്ചിരുന്ന ഘട്ടത്തിൽ പറഞ്ഞതാണ്. ഇത് അവരോട് മാത്രമല്ല, നമ്മളോടും ബാധകമാണ്. ഖുർആനിൽ കാര്യങ്ങൾ കാണുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഖുർആനിനെ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും ഒരു വികാരം തടസ്സമാകുന്നുണ്ടെങ്കിൽ അവരോടുള്ള അള്ളാഹുവിന്റെ വലിയ മുന്നറിയിപ്പാണ്. നിന്റെ സമ്പത്തും സന്താനങ്ങളും ഒന്നും നിന്നെ രക്ഷപ്പെടുത്തുകയില്ല. ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് ഉദാഹരണം വേണോ? എന്നാൽ നിങ്ങൾ കണ്ടോളൂ, ഫിർഔനിന്റെ കുടുംബത്തിന്റെയും അനുഭവം പോലെയാണ്. വല്ലദീന മിൻ ഖബ്ലിഹിം, അതിനും മുമ്പുള്ള അക്രമികളുടെയും അനുഭവം അങ്ങനെയാണ്. അവർ കളവാക്കി ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ, അവരെ പിടികൂടി അള്ളാഹു പിടികൂടി, ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കാരണമായിട്ട്. അപ്പോ ദുനിയാവിൽ തന്നെ ഉണ്ടങ്ങനെ. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ് എന്നൊക്കെ പറയും പോലെ അള്ളാഹു അലിവുള്ളവനാണ്, അൻപുള്ളവനാണ്. എന്നാൽ അള്ളാഹു ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ. ദുൻതിഖാം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു പ്രതികാരം ചെയ്യുന്നവരാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. എന്ത്, നമ്മളിപ്പോ ചില ആളുകളെ കുറിച്ച് നമുക്കൊരു തെറ്റിദ്ധാരണ, എന്തൊക്കെ പറഞ്ഞാലും ഓന് തല്ലാനൊന്നും തോന്നൂല അല്ലേ, നമുക്ക് ഓനെ കളിപ്പിച്ചാലും കുഴപ്പമില്ല. ചില മാതാപിതാക്കൾ മക്കളിട്ട് വട്ടം കറക്കും. കാരണം മാതാപിതാക്കൾക്കറിയാം ഓൻ എന്തായാലും ഉമ്മനെയും ബാപ്പനെയും ഒന്നും ചെയ്യൂല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. ഉമ്മനെയും ബാപ്പനെയും സ്വീപ്പാക്കണ മക്കളുണ്ട്. അതാ നമ്മൾ സാധാരണ പറയല്. എന്നാ മക്കളെ സ്വീപ്പാക്കണ ഉമ്മയും ബാപ്പയും വേറെയുണ്ട് ഇപ്പുറത്ത്. എടങ്ങേറായിക്കാളും അനങ്ങാൻ സമ്മതിക്കൂല. അപ്പൊ എന്താ ഈ ഉമ്മന്റെയും ബാപ്പന്റെ ധൈര്യോ? ഒന്നും ചെയ്യൂലേ, ഒരു പാവാള്, ഇതാ ധൈര്യം. ചില ആൾക്കാർ ഭാര്യമാരെ സ്വീപ്പാക്കണുണ്ട്, ഇവിടെ ഉള്ളവരെ പറ്റല്ല. അപ്പൊ എന്താണ് ഓല ധൈര്യം? എന്താണ്? ഓളൊന്നും ചെയ്യൂലേ, സാധുവാളെ, പാവാണ്. മാപ്പിളാരെ സ്വീപ്പാക്കണ പെണ്ണുങ്ങളും ഉണ്ട്, അതും ഇവിടെ പറ്റുള്ളവരല്ലാണ്ട് പറയണേ, വേറെ ഉള്ളവരെ പറ്റിയാണ്. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഓല ധൈര്യം? എന്താണ്? മൂപ്പര് ഒന്നും ചെയ്യൂല. ഇങ്ങനെ ഒന്നും ചെയ്യൂല, നല്ലോനാണ് എന്നുള്ള ധൈര്യത്തിൽ ദുൽമ കാട്ടുന്ന സ്വഭാവം മനുഷ്യനുണ്ട്. നനഞ്ഞടം കുഴിക്കാന്ന് പറയില്ലേ? അപ്പോ എന്താന്ന് വെച്ചാല് അത് ചില ആളുകളുടെ ഒരു രീതിയാണ്. എന്നാൽ നിങ്ങൾക്ക് അള്ളാനെ കുറിച്ച്, അള്ള കാരുണ്യമുള്ളവനല്ലേ, അള്ള സ്നേഹിക്കണവനല്ലേ, അള്ളാഹു അലിവും ദയുള്ളവനല്ലേ, അള്ളൊന്നും ചെയ്യൂലേ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കാരുണ്യവും സ്നേഹവും ദയൊക്കെ ഉള്ളവനാണ്, നീതിമാനാണ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് എന്ന് മനസ്സിലാക്കോ. ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ട് പശ്ചാത്തലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ബദറിന് ശേഷം മദീനയിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ഗോത്രക്കാർ പറഞ്ഞു അത്രേ, മുഹമ്മദും കൂട്ടരും പോയിട്ടിപ്പോൾ മക്കയിലെ അറബികളെ തോൽപ്പിച്ച ഒരിതിലാണ്. ആയിട്ടിങ്ങൾക്ക് യുദ്ധം അറിയില്ല, ഒന്നും അറിഞ്ഞുകൂടാത്ത, പിന്നെ ഇവരെ കുടുംബക്കാരും ആണല്ലോ, അവിടെ നിന്ന് ഇവിടെ വന്നതല്ലേ. അപ്പൊ അങ്ങനെല്ലാം കൂടി വന്നപോലെ തോൽപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളടുത്തേക്ക് വരണ്ട, ഞങ്ങളാരാണ്, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല, ഞങ്ങൾ വലിയ വമ്പന്മാരാണ്. വേറൊരു പശ്ചാത്തലം ഉഹുദിന് ശേഷമാണ്. അത് ബദറിൽ അങ്ങനെയൊക്കെ ജയിച്ചെങ്കിലും ഉഹുദിൽ എന്തായി? തോറ്റുപോയി. ബദറിൽ ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇയാൾ നബിനെ അയക്കുമെന്ന്. കാരണം കുറഞ്ഞ സൈന്യത്തെ കൊണ്ട് വലിയ സൈന്യത്തെ
ഇവിടെ ഇപ്പൊ എന്താ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് നബിയൊന്നുമല്ല, തോറ്റല്ലോ. അള്ളാഹ് പറയാണ്, ഖുൽ പറയുക, ലില്ലദീന കഫറു നിഷേധികളായവരോട് പറയുക. എന്താണ് പറയേണ്ടത്? സതുഗ്ലബൂന, തീർച്ച, ഈ സാ എന്ന് പറഞ്ഞാൽ അധികം വൈകാതെ ഏറ്റവും അടുത്ത്, സതുഗ്ലബൂന, നിങ്ങൾ കീഴടക്കപ്പെടും, വതുഹ്ശറൂന, നിങ്ങൾ എന്താക്കും? നയിക്കപ്പെടും, ഇലാ ജഹന്നം, നിങ്ങൾ അടുത്ത് തന്നെ എന്താകുന്നുണ്ട്? കീഴടക്കപ്പെടാൻ പോവാണ്. നിങ്ങൾ വമ്പത്തരൊന്നും പറയണ്ട, നിങ്ങളെ തൊടാൻ പറ്റൂല എന്ന് ആര് പറഞ്ഞു? അതുകൊണ്ട് നിങ്ങൾ അടുത്ത് തന്നെ കീഴടക്കപ്പെടും, നിങ്ങൾ അടുത്ത് തന്നെ കീഴടക്കപ്പെടും, നിങ്ങൾ നരകത്തിലേക്ക് നയിക്കപ്പെടും. വബിഇസൽ മിഹാദ്, അതെത്ര ചീത്തയായ താവളമാണ്. അപ്പൊ ഞങ്ങളെ പിടികൂടൂല, ഞങ്ങൾ രക്ഷപ്പെട്ടു പോകും, ഞങ്ങൾ ലോകത്തിന്റെ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. മനസ്സിലായോ? നിങ്ങൾ അടുത്തു തന്നെ കീഴടക്കപ്പെടും. നിങ്ങൾ ദുനിയാവിൽ വെച്ച് കീഴടക്കപ്പെടുക എന്നത് മാത്രമല്ല, നിങ്ങൾ നരകത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാൻ പോവുകയാണ്. വബിഇസൽ മിഹാദ്, അതെത്ര ചീത്തയായ താവളമാണ്. നിഷേധികളോട് പറഞ്ഞേക്ക്, നിഷേധികളെ, നിങ്ങൾ എന്നെ ഇവിടെ അടിച്ചാൽ ഞാൻ ഇതും കൂടി കാണിച്ചു തരാം എന്നല്ല. അങ്ങനെ കാണിച്ചു കൊടുക്കണ പരിപാടിയൊന്നുമില്ല. ഏറ്റവും നല്ല രീതിയിലാണ് പ്രതിരോധിക്കേണ്ടത്. ന്യായം വേണം, യുക്തി വേണം, സാമുദായികത ഉണ്ടാവാൻ പാടില്ല, വർഗീയത ഉണ്ടാവാൻ പാടില്ല, സ്വേച്ഛ ഉണ്ടാവാൻ പാടില്ല. സ്വേച്ഛക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. യുദ്ധത്തിൽ പോലും സ്വാർത്ഥത ഉണ്ടാവാൻ പാടില്ല എന്നാണ്, അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? ഒരുപാട് നേരത്തെ ഏറ്റുമുട്ടലിന് ശേഷം ശത്രുവിനെ കീഴടക്കി കുന്തം കൊണ്ട് ഇങ്ങനെ കുത്താൻ പോകുമ്പോഴാണ് അയാൾ മുഖത്തേക്ക് തുപ്പിയത്. ആര്? ശത്രു. ആ കുത്താൻ പോയ കുന്തം തിരിച്ചളഞ്ഞു, കുത്തിയില്ല. എന്റെ ഇങ്ങനെ ഇത്ര നല്ല ചാൻസ് ചെയ്യാത്തെന്ന് വെച്ചു പറഞ്ഞാൽ, ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് അതുവരെ പോരാടി. ഓനെ തുപ്പിയപ്പോൾ എനിക്ക് ഓനോട് ദേഷ്യം പിടിച്ചു. പിന്നത്തെ എൻ്റെ കുത്ത് ഇന്നെ തുപ്പിയനാവും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ ഒരു സംഗതി ഇത്രത്തോളം. നേരെ തിരിച്ചാണ് ഇവിടെ ഉണ്ടാകുക. നമ്മക്ക് ഒരുത്തിനോട് ദേഷ്യമുണ്ട്, ഓൻ എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യൂല? ഓനോടില്ല. ആ ദേഷ്യം മുഴുവനും വെച്ചിട്ടേക്കും പിന്നെ ഓനെതിരെ സംസാരിക്കുക. ഇവിടെ അങ്ങനല്ല. ഇവിടെ അതാണ് സ്വന്തം ഇച്ഛ, അതിനു വേണ്ടി ആവാൻ പാടില്ല നിങ്ങളുടെ പ്രതികാരങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ. നിങ്ങളോടൊരു കൂട്ടർക്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ആയത്ത് പറഞ്ഞല്ലോ, അപ്പൊ മാഷ് പറഞ്ഞു പാർലമെന്റിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങളോടൊരു കൂട്ടർക്ക് ദേഷ്യം ഉണ്ടായാൽ നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ പാടില്ല. ദേഷ്യം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ദേഷ്യമുണ്ട്, അത് വേറെ കാര്യം. അനീതി കാണിക്കാൻ പാടില്ല. ഇത് ഭയങ്കര സംഭവമല്ലേ? നിങ്ങൾ പിടികൂടപ്പെടും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കീഴടക്കപ്പെടും, സംശയം വേണ്ട. നിങ്ങൾ നരകത്തിലേക്ക് നയിക്കപ്പെടും. ഇതൊന്നും എന്നോടെന്തോ ചെയ്തതിന്റെ പേരിലല്ല, നിങ്ങളുടെ തന്നെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ബദറുമായി ബന്ധപ്പെട്ട ചില ഗുണപാഠങ്ങളിലേക്ക് കൂടി പോകാനുണ്ട്. അടുത്ത ആഴ്ച നമുക്കതിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 12 ആയത്തുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. പുതിയ അധ്യായം തുടങ്ങിയതിന് ശേഷം സൂറ ആലു ഇമ്രാനിലെ 12 ആയത്തുകൾ നമ്മൾ പഠിച്ചു. നിങ്ങൾ പോയിട്ട് പരിശോധിച്ച് നോക്കുക, തഫ്സീറുകൾ കിട്ടുന്നത് വായിക്കുക. അതിൽ ഏത് തഫ്സീറാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് വായിച്ചു നോക്കുക. അതിലെന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തുക. കയ്യിലൊരു ചെറിയ ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട് പാഡോ നമ്മളെ ഫോണിലോ ഒക്കെ അതിനുള്ള സംവിധാനം ഉണ്ട്. എന്നിട്ട് നമ്മളത് കുറച്ചുകൂടി ആഴത്തിലും വ്യക്തതയിലും പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിച്ചവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിദായത്ത് ലഭിക്കാത്ത നിർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ മരണവാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. വടക്കേക്കാരാട്ട് അബ്ദുറഹ്മാൻ എന്ന വ്യക്തി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഒരു കുറച്ച് ദിവസം മുമ്പ് മൊയ്തീൻ കോയ എന്ന പേരുള്ള ഒരാളും അസ്മ ടീച്ചർ എന്ന പേരുള്ള ഒരാളും മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നിങ്ങനെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവർക്കിനി പ്രവർത്തിക്കാൻ കഴിയില്ല. അവർക്ക് പ്രതിഫലം മാത്രമാണ് പ്രതീക്ഷ. അള്ളാഹു അവർക്ക് ഏറ്റവും നല്ലത് നൽകുമാറാകട്ടെ. അവർക്കൊക്കെ സംഭവിച്ച വീഴ്ചകൾ റബ്ബ് പുറത്തു കൊടുക്കുമാറാകട്ടെ. അതിൻ്റെയൊക്കെ വാർത്തകളും വിടവാങ്ങൽ വാർത്തകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ അടുത്ത് മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യണം. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.